നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുകയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു വിജയ വണ്ടി എന്ന് വിജയിപ്പിക്കാവുന്ന യൂത്ത് ബ്രിഗേഡുകളുള്ള വാഹനത്തിലാണ്. നമുക്ക് എന്തായാലും ഈ വാഹനത്തിന്റെ ഡ്രൈവറായുള്ളത് വടകരയുടെ പ്രിയപ്പെട്ട MP ആയ ഷാഫി പറമ്പിലാണ്. ശ്രീ വിഷ്ണുനാഥ് ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, എല്ലാവരും ഉണ്ട്. ആദ്യം നമുക്ക് വണ്ടിയുടെ സാരഥിയിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണ് ഈ വണ്ടി വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു വിജയ വണ്ടിയായി മാറിയിരിക്കുകയാണ്? ഈ വണ്ടി പണ്ട് വിഷ്ണുവേട്ടൻ കഴിഞ്ഞ ഞങ്ങളുടെ KPCCയുടെ പുതിയ ടീം ചാർജ് എടുത്ത് ഞങ്ങൾ ലീഡർ സ്മൃതി മന്ദിരത്തിൽ തുടങ്ങി പുതുപ്പള്ളി പോയി ആർ ശങ്കർജിയുടെ അവിടെ പോയി അത് കഴിഞ്ഞ് KPCCയിലേക്ക് എത്തിയപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞൊരു വാചകം ഞാനൊന്ന് കടമെടുത്തോട്ടെ. വണ്ടി അന്ന് KPCCയിലേക്കല്ല, ഈ വണ്ടി ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വണ്ടി യാത്ര അവസാനിപ്പിക്കാൻ പോകുന്നത് 2026 രാജ്ഭവനിലേക്കാണ്. ആ രാജ്ഭവനിൽ അന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി പിന്തുണ അറിയിക്കാൻ വേണ്ടി കക്ഷി നേതാക്കന്മാരെയും കൊണ്ട് പോകും. അതിന് കരുത്തായി ഈ നിലമ്പൂരിലെ വിജയം മാറും. കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക. ഞാൻ നിലമ്പൂർക്കാരോട് വെറുതെ മീറ്റിങ്ങുകളിൽ ചോദിച്ചു, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ എന്താ ഉറ്റുനോക്കിയത്? UDF ജയിക്കണം. തൃക്കാക്കരയിലോ പുതുപ്പള്ളിയിലോ ഒക്കെ ഇവർ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. അതുപോലെ ഇപ്പൊ നിലമ്പൂരിലെ ജനങ്ങളെ കേരളമെമ്പാടും ഉറ്റുനോക്കുകയാണ്. ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലെ ജനതയുടെ രാഷ്ട്രീയ ബോധം അവർക്ക് വിശ്വാസമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. പല ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നു, പലയിടങ്ങളിൽ നിങ്ങളുടെ ടീം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ എന്താണ് മാറ്റം പ്രകടനം? ഒന്നാമത് ഷാഫി ഡ്രൈവ് ചെയ്യുന്ന ഈ വണ്ടി, ആര്യാടൻ ഷൗക്കത്തിനെയും രാഹുലിനെയും ഫിറോസിനെയും ഒക്കെ ഈ വണ്ടി ഇത് വിജയ വണ്ടിയാണ്. നമ്മൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും എല്ലാം വിനയത്തോടുകൂടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു, വിജയം കിട്ടി. നിലമ്പൂരിന്റെ പ്രത്യേകത, പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. പിണറായി വിജയന്റെ ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ജനം പാഴാക്കില്ല. അതുകൊണ്ട് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ ചാണ്ടി ഉമ്മനും ഉമാ തോമസും രാഹുൽ മാങ്കുട്ടവും ഉപതെരഞ്ഞെടുപ്പിൽ കൂടി നിയമസഭയിലേക്ക് വന്നതുപോലെ ആര്യാടൻ ഷൗക്കത്തും ഈ വിജയ വണ്ടിയിൽ നിയമസഭയിലെത്തും. രാഹുല്, ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിക്ക് കൊടുക്കാൻ പറ്റിയ ആളാണ് താങ്കളാണ് ആദ്യത്തെ OLX വെടി പൊട്ടിച്ചത്. അത് വല്ലാതെ കയറി കൊണ്ടു. ഇപ്പോൾ വലിയൊരു ആവേശം നിങ്ങളുടെ ക്യാമ്പിൽ പ്രകടവുമാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവർ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകണം നിർബന്ധമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്ട്രാറ്റജി തന്നെയാണ്, അത് ഓപ്പണായിട്ട് പറയാമല്ലോ. കാരണം സ്വതന്ത്രമാരായ ഏതെങ്കിലും ഡോക്ടർമാരെ നിർത്തിയിരുന്നേ പറഞ്ഞേനെയും ആ ഡോക്ടറുടെ ചികിത്സാ പിഴവ് കൊണ്ടാണ് തോറ്റുപോയതെന്ന്. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, സർക്കാരിൻ്റെ പിഴവ് കൊണ്ട് തോറ്റു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം അവർക്ക് എന്തോ ഒരു ആഘോഷമൊക്കെ തോന്നുന്നുണ്ടല്ലോ. ആ ആഘോഷമൊക്കെ 23-ാം തീയതി കഴിയുമ്പോൾ ബാക്കി പറയാം. നമുക്ക് 23-ാം തീയതി കഴിയുമ്പോൾ അറിയാം ആരാണ് ഫോർ സെയിലെന്ന്. അവർക്ക് ഇടാൻ പറ്റിയ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ നിലമ്പൂർക്കാരൻ തന്നെ സ്വരാജ് അല്ലേ? ഞങ്ങളങ്ങനെ ഒരാളുടെ കരുത്ത്, ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഒരാളുടെ കരുത്ത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. എങ്കിലും ഇങ്ങനെ കരുത്തനാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ഒരു പൊളിറ്റിക്കൽ ഉദാഹരണം പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അത്ര അനുകൂലമായിരുന്നില്ല. കാര്യമൊന്നും മാത്രമല്ല, ഒരു പ്രോ LDF തരംഗം ഉണ്ടായിരുന്ന സമയമാണ്. ആ പ്രോ LDF തരംഗത്തിൽ 99 CPM ജയിച്ചപ്പോഴും LDF ജയിച്ചപ്പോഴും അവർ പരാജയപ്പെട്ട സിറ്റിംഗ് സീറ്റിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഇപ്പോഴത്തെ M സ്വരാജ് എന്നാണ്. അതും പരാജയപ്പെട്ടത് CPM അത്രമേൽ ക്രൂശിച്ച, അത്രമേൽ ക്രൂശിലേറ്റിയ, അത്രമേൽ അഴിമതിക്കാരനായി ചിത്രീകരിക്കുവാൻ വ്യാജമായി ശ്രമിച്ച കെ ബാബുവിനെ പോലെ ഒരാളോടാണ് പരാജയപ്പെടുന്നത്. ആ മനുഷ്യൻ 5 വർഷക്കാലം ചെയ്യാത്ത തെറ്റിൻ്റെ പാപഭാരം മുഴുവൻ പേറി ജീവിച്ചൊരു മനുഷ്യനോട് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ കരുത്തനാണ് എന്നൊന്നും ആ തലത്തിലൊരു ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് പറയാൻ കഴിയില്ല. പിന്നെ ജനങ്ങളാണല്ലോ അത് പറയേണ്ടത്. അതുകൊണ്ട് അതിനു മുൻപുള്ള ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും അത് ജനങ്ങളോടുള്ള വെല്ലുവിളി ആയതുകൊണ്ട് അത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിലമ്പൂർ വോട്ട് ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ MLAക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചല്ലോ, ഈ വണ്ടി നിയമസഭയിലേക്കല്ല, ഈ വണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ വെച്ചുകൊണ്ടുള്ള ഈ വണ്ടി അവസാനിക്കുന്ന രാജ്ഭവനിൽ അതിനൊരു ട്രോളാകണ്ട. ഞാൻ പർപ്പസ്ഫുള്ളി പറഞ്ഞതാണ്. അപ്പോൾ ചോദിക്കും, ജയിച്ചു വരുന്ന MLAമാർ രാജ്ഭവനിലേക്കാണ് പോകുന്നത്? അല്ല, ജയിച്ചു വരുന്ന MLAമാരുടെ സംഘം 26-ൽ രാജ്ഭവനിൽ കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി, UDFന് മുഖ്യമന്ത്രി ഉണ്ടാകും. എന്തായാലും വലിയ ഭാഗ്യമുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് ഇപ്പോൾ. അവർ നാട്ടുകാരതാ പറയുന്നത്, ഇപ്പോഴാണ് ശരിക്കും വർക്കിംഗ് പ്രസിഡന്റുമാരായതെന്നാ ഇല്ലേ? ഒരു വിജയ വണ്ടിയുമായാണ് നിങ്ങളുമായി പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് ഈ യാത്ര അവസാനിക്കുമെന്നാണ് ഇവർ ഉറപ്പ് നൽകുന്നത്.
അതുകൊണ്ടാണല്ലോ ഇവര് വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. ഒരു സംശയ കാര്യത്തിലില്ല. എന്തായാലും ഈ നിലമ്പൂരിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് അനുകൂലമായി ഒരു വലിയ വിധിയെഴുത്ത് ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ നിലമ്പൂരില്ല. ഈ ടീം ഒരു വലിയ എനർജി അല്ലേ നൽകുന്നത്? ഈ ടീം ഒരു വലിയ എനർജി അല്ലേ നൽകുന്നത്? 100%. വടകരയിൽ കണ്ട് ഷാഫി പോലെ വാഹനത്തിൽ കൊണ്ടുപോയതാണ്, പറന്നാണ് കയറിപ്പോയത്. വലിയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. വടകരയിലും പാലക്കാടും ഇതുപോലെ തുറന്ന വാഹനത്തിൽ ഞങ്ങളുടെ ഒരു വിജയാഘോഷമുണ്ട്. അത് കേരളം ആഗ്രഹിക്കുന്ന വിജയാഘോഷം. അതേപോലെ 23-ാം തീയതി ഇതുപോലെയുള്ള തുറന്ന വാഹനത്തിൽ ഞങ്ങൾ വിജയം ആഘോഷിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ട്രെൻഡൊക്കെ തികച്ചും അനുകൂലമാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. കേവലം MLA 11 മാസത്തേക്ക് ജയിപ്പിക്കുക എന്നത് മാത്രമല്ല, 2026 UDF അധികാരത്തിൽ വരണമെങ്കിൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം എന്ന നല്ല ബോധ്യം, രാഷ്ട്രീയ ബോധ്യം ഭൂരിപക്ഷമാർക്കുണ്ട്. എന്തായാലും വിജയ വണ്ടിയാണ് ഈ പോകുന്നത്. ഈ വണ്ടിയുടെ യാത്ര തിരുവനന്തപുരത്തെ അവസാനിക്കുള്ളൂ എന്നാണ് നേതാക്കൾ പറയുന്നത് അല്ലേ? ഈ ആവേശവും ഈ ആത്മാർത്ഥതയും ഞങ്ങൾ അതാണ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. നിലമ്പൂരിനെ തിരിച്ചു പിടിക്കും. എന്തായാലും വിജയ വണ്ടി വിജയത്തോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് ഓരോ നേതാക്കളും പറയുന്നത്.